ചൈതന്യം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അച്ഛന് റോജനച്ഛൻ എൻ്റെ ബാച്ചുകാരൻ, അച്ഛൻ കുറെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ വചനം പറയുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന എന്തോ വലിയ ഒരു മഹത് വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു നല്ല വിശുദ്ധിയൊക്കെയുള്ള ഒരാളാണ്, അങ്ങനെ ചിന്തിച്ചേക്കരുത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അതായത് ചിലപ്പം ദൈവം ഏറ്റവും മോശം ആൾക്കാരെയൊക്കെയാണ് ഇങ്ങനെ വചനം പറയാനായിട്ട് വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് വലിയ കഴിവുള്ളവരോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധി അങ്ങനെയുള്ളവർ നമുക്ക് പ്രയോഗത്തിലേക്ക് കടക്കാൻ നമുക്ക് അധികം സമയമില്ല. അപ്പം ഈ ഒരു നോയമ്പ് കാലം നമ്മളിങ്ങനെ പ്രത്യേകമായിട്ടും കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കുകയും അല്ലെങ്കിൽ കുറച്ചൊരു പരിത്യാഗം എടുക്കുകയും ശരീരത്തിൽ സഹിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ നടത്തുന്ന കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഈ ഒരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറെ പേർക്കൊക്കെ അറിയാം, ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് ഈ നോയമ്പ് കാലഘട്ടം. ഏറ്റവും കൂടുതൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കടന്നു വരുന്നതിന് ഒക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്